കഥയാണ്. അതിനകത്ത് ശരിക്കും എന്നെ പറയുന്ന മെയിൻ ക്യാരക്ടേഴ്സ് ആണ് ഇവര്. അതെ, ഈ 3 പേരുടെ കഥയാണ് ശരിക്കും. അതെ, ഇതിനകത്തെ ഒരു സൈക്കിക് ആയിട്ടാണ് പക്ഷെ പുള്ളി അങ്ങ് നിറഞ്ഞ് കവിക്ക് ഒഴുകുക, ഒരു രക്ഷയില്ല. അതായത് എന്നാ പറയുന്നത്, ഇതുപോലെ മലയാളത്തിൽ ഒരു ക്യാരക്ടർ ഇത്രയും പൊലിപ്പിച്ചെഴുതിയിട്ടില്ല. എനിക്ക് തോന്നുന്നു എഴുതിയതിനേക്കാൾ കൂടുതൽ എനിക്കൊന്ന് എഴുതിയ ആള് പോലും പ്രതീക്ഷ കാണത്തില്ല. ജിത്തു മാധവൻ പോലും പ്രതീക്ഷ കാണത്തില്ല ഇത് ഈ ഒരു ലെവലിൽ പോകുന്നു. ഇതൊരു അതായത് ആ ക്യാരക്ടർ എച്ച് ചെയ്ത് എടുത്തേക്കുന്ന വെച്ച് അത് നമ്മുടെ എല്ലാം മനസ്സിൽ എക്കാലത്തേക്കും ഉള്ള ഒരു ക്യാരക്ടറായിട്ട് നിൽക്കും. രംഗ അല്ലെ, അത് പറഞ്ഞില്ലല്ലോ, രംഗ അതാണ് മെയിൻ ക്യാരക്ടർ. പക്ഷെ ഇത് എന്നാ പറയുന്നത്, ഇതിനകത്ത് എന്നാ പറയുന്നത്, പ്ലോട്ട് ഒന്നും അല്ല ഇതിന്റെ മെയിൻ. ഇതിനകത്ത് പെർഫോമൻസും രംഗയുടെ എന്നാ പറയുന്നത് പല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് കാണാം, തുടക്കം മുതൽ അവസാനം വരെ. ആ സാധനം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അതെ, പ്ലോട്ട് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു വളരെ ലളിതമായിട്ട്